നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുന്ന കുറച്ച് വാട്സപ്പ് ടിപ്സാണ് പറഞ്ഞു തരാൻ പോകുന്നത്. നോർമലി നമ്മൾ വാട്സപ്പിൽ കോൺടാക്റ്റ് സേവ് ചെയ്യണം എങ്ങനെയാണ്, അതായത് നമ്മൾ നമ്പറും പേരും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് അല്ല സേവ് ചെയ്യണേ. ഇനി അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളുടെ കോൺടാക്റ്റാണ് മറ്റൊരാൾക്ക് സേവ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെറ്റിങ്സിലേക്ക് പോകാം. അതിൽ നിങ്ങളുടെ പ്രൊഫൈൽ കാണാൻ പറ്റുമല്ലോ. റൈറ്റ് സൈഡിൽ ഒരു QR കോഡ് കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു QR കോഡ്, നിങ്ങളുടെ ആ ഒരു അക്കൗണ്ടിൻ്റെ QR കോഡ് വരുന്നതായിരിക്കും. നിങ്ങളുടെ അക്കൗണ്ട് ആർക്കാണ് സേവ് ചെയ്യേണ്ടത് ആ ഒരു വ്യക്തിയോടും ഇതുപോലെ തന്നെ അവരുടെ അക്കൗണ്ടിൽ ഈ സെറ്റിങ്സിലേക്ക് വരാൻ പറയുക. അതിൻ്റെ ആ ഒരു QR കോഡിന് തൊട്ടടുത്തായിട്ട് സ്കാൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കോൺടാക്റ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ സേവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് ഇപ്പം QR കോഡിന് ഫോട്ടോ മാത്രം ഉള്ളതും കൂടി ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ഫോട്ടോ അയച്ചു തരുവാണ്, അതാണെങ്കിൽ കൂടി നിങ്ങൾക്ക് അവിടെ അപ്ലോഡ് ചെയ്ത് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ. നോർമലി നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുന്ന എങ്ങനെയാണ്, ആ ഒരു ഗ്രൂപ്പിൽ പോയിട്ട് അവിടെ നിന്ന് എക്സിറ്റ് ആവലെയാണ്. ഇനി അങ്ങനെ ചെയ്യരുത്. മറിച്ച് നിങ്ങൾ ജസ്റ്റ് ഏത് ഗ്രൂപ്പാണ് വേണ്ടത് അത് ജസ്റ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു 3 ഡോട്ട് കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എക്സിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് എക്സിറ്റ് ആവുന്നുള്ളൂ. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില വാട്സപ്പ് കോൺടാക്റ്റുകളൊക്കെ ചില സമയത്ത് നമ്മുടെ വാട്സപ്പ് ലിസ്റ്റിൽ വരാൻ ചാൻസ് ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ നേരെ ചാറ്റിൻ്റെ ലിസ്റ്റിലേക്ക് വരിക. അതായത് നമ്മൾ പുതിയ ചാറ്റ് ഓപ്പൺ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ആളെ ഫൈൻഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ വരിക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിലായിട്ട് ഒരു 3 ഡോട്ട് കാണാൻ പറ്റും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റിഫ്രഷ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ചാറ്റ് ലിസ്റ്റ് ഫുള്ളായിട്ട് റിഫ്രഷ് ആവുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺടാക്റ്റിലേക്ക് പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ആ ഒരു കോൺടാക്റ്റ് റിഫ്രഷ് ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ആ ഒരു ചാറ്റ് ലിസ്റ്റിൻ്റെ ടോപ്പ് സൈഡിലായിട്ട് സെർച്ച് ബാർ കാണാൻ പറ്റുമല്ലോ. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് കോൺടാക്റ്റും കാര്യങ്ങൾ സെർച്ച് ചെയ്യാമല്ലോ. നിങ്ങൾ നോർമലി സെർച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ പേരും കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് അവിടെ തന്നെ നമ്പരും അല്ലെങ്കിൽ നമ്മുടെ നെയിം സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ആ ഒരു സെർച്ച് ബാറിൽ തന്നെ നമുക്ക് നെയിം ആക്സസ് ചെയ്യാൻ, അല്ലെങ്കിൽ നെയിം എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ കീബോർഡ് ആക്സസ് ചെയ്യാൻ, അതായത് ലെറ്റേഴ്സ് ആക്സസ് ചെയ്യാനും അതുപോലെ നമ്പേഴ്സ് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ തന്നെ ഉണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പറായിട്ടുള്ള രീതിയിലുള്ള പാറ്റേൺ കീബോർഡ് നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ അവിടെ പോപ്പ് ആയിട്ട് വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കീബോർഡ് ടൈപ്പ് അല്ലെങ്കിൽ എന്താ പറയുക ലെറ്റർ ടൈപ്പ് ആയിട്ടുള്ള കീബോർഡാണ് വേണമെങ്കിൽ അവിടെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെറ്റർ ടൈപ്പ് ആയിട്ടുള്ള കീബോർഡ് അവിടെ പോപ്പ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ആ ഒരു സെർച്ച് ബാറിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടോട്ടൽ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയും. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലത്തെ കൂടുതൽ, അതായത് ഈ ഒരു രീതിയിലുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.